എല്ലാവർക്കും സുനൂസ് ബയോസ് വീഡിയോയിലേക്ക് സ്വാഗതം. +1 സുവോളജിയുടെ 2019-20 ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. ബോട്ടണിയും സുവോളജിയും ആകെ മാർക്ക് 60ലാണ്. എന്നാൽ സുവോളജി 30 സ്കോറാണ്. ടൈം 2 hours. അതിൽ സുവോളജിക്ക് 1 hour ആണുള്ളത്. കൂൾ ഓഫ് ടൈം 20 minutes, പ്രിപ്പറേറ്ററി ടൈം 5 minutes. സുവോളജിയിൽ ലിവിങ് വേൾഡ് ആൻഡ് ആനിമൽ കിങ്ഡം എന്നീ 2 ചാപ്റ്ററുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷൻ നോക്കാം. ആൻസർ എനി 3 questions ഫ്രം 1 to 5. ഈച്ച് ക്യാരീസ് 1 score. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക, 1 സ്കോർ വീതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സയൻറ്റിഫിക് നെയിം ഓഫ് മാൻ ആൻഡ് വീറ്റ് ആർ ഗിവൺ ബിലോ. ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സൽ റൂൾ ഓഫ് നോമൻക്ലേച്ചർ മേക്ക് കറക്ഷൻസ് വെയർ എവർ നെസസറി. എ മാൻ, ഹോമോസാപ്പിയൻസ്. ബി വീറ്റ്, ട്രിറ്റിക്കം ഈസ്റ്റിവം. മനുഷ്യൻ്റെയും ഗോതമ്പിൻ്റെയും ശാസ്ത്രീയ നാമങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശാസ്ത്രീയ നാമകരണ നിയമങ്ങളെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ തിരുത്തലുകൾ വരുത്തുക. മനുഷ്യൻ ഹോമോസാപ്പിയൻസ്, ഗോതമ്പ് ട്രിറ്റിയം, ഈസ്റ്റിവം. ഇനി ആൻസർ നോക്കാം. സയൻറ്റിഫിക് നെയിം ഓഫ് മാൻ ഈസ് ഹോമോസാപ്പിയൻസ്. അത് തന്നെയാണ്. എന്നാൽ ഹോമോ ജീനസ് നെയിമും സാപ്പിയൻസ് സ്പീഷീസ് നെയിമാണ്. ഹോമോ ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് തന്നിരിക്കുന്നത്, H. എന്നാൽ സാപ്പിയൻസ് ക്യാപിറ്റൽ ലെറ്ററാണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. കാരണം സ്പീഷീസ് നെയിം ഷുഡ് ബി റിട്ടൺ വിത്ത് സ്മോൾ ലെറ്റർ. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യാനുള്ളത് സ്പീഷീസ് നെയിമാണ്. സാപ്പിയൻസിൻ്റെ സ്മോൾ എസ് എഴുതണം. മാത്രമല്ല സയൻറ്റിഫിക് നെയിം കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ടു ഇൻഡിക്കേറ്റ് ദെയർ ലാറ്റിൻ ഒറിജിൻ. അതുപോലെ വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കുമ്പോൾ ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. എന്നാൽ സ്പീഷീസ് നെയിം എ ക്യാപിറ്റലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഷുഡ് ബി കറക്റ്റഡ് ആസ് സ്മോൾ ലെറ്റർ. അതും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫൈലം ഡാഷ്. പോറിഫെറ, എക്കൈനോഡെർമേറ്റ, മൊളസ്ക. അനുയോജ്യമായ വാക്കുപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഡാഷ് ഫൈലത്തിൻ്റെ സവിശേഷതയാണ്. പോറിഫെറ, എക്കൈനോഡെർമേറ്റ, മൊളസ്ക. ഇനി ആൻസർ നോക്കാം. വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണുന്നത് ഫൈലം എക്കൈനോഡെർമേറ്റയിലാണ്. സോ ദ ആൻസർ ഈസ് ഫൈലം എക്കൈനോഡെർമേറ്റ, സ്കോർ 1. തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ. സീ ആനിമൺ, സീ ഫാൻ, സീ ക്യുക്കുംബർ, സീ പെൻ. ഒരേ വിഭാഗത്തിൽ അല്ലാത്തതിനെ കണ്ടെത്തുക. സീ ആനിമോൺ, സീ ഫാൻ, സീ ക്യുക്കുംബർ, സീ പെൻ. ആൻസർ ഈസ് സീ ക്യുക്കുംബർ. ഇറ്റ് ബിലോങ്സ് ടു ഫൈലം എക്കൈനോഡെർമേറ്റ. ബാക്കി 3 എണ്ണവും സീലൻഡ്രേറ്റ ഫൈലത്തിലാണ് പെടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫൈൻഡ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ ഫോർത്ത് പ്ലേസ്. എ സീലോമേറ്റ്, പ്ലാറ്റിഹെൽമിന്തസ്. സ്യൂഡോസീലോമേറ്റ് ഡാഷ്. ആദ്യത്തെ 2 പദജോഡികളുടെ ബന്ധം മനസ്സിലാക്കി മൂന്നാമത്തെ പദത്തിന് അനുയോജ്യമായ വാക്ക് എഴുതുക. എ അസീലോമേറ്റ്, പ്ലാറ്റിഹെൽമിന്തസ്. ബി സ്യൂഡോസീലോമേറ്റ് ഡാഷ്. വി ഹാവ് ടു ഫിൽ ഇറ്റ്. ക്വസ്റ്റ്യൻസ് ആൻസർ. എ സീലോമേറ്റിന് എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് ആണെങ്കിൽ സ്യൂഡോസീലോമേറ്റിന് എക്സാമ്പിൾ ആസ്കെൽമിന്തസ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇക്തിയോഫിസ് ഈസ് എ ലിംബ്ലെസ് ആംഫീബിയൻ, ബി ലിംബ്ലെസ് റെപ്റ്റൈൽ, സി ലിംബ്ലെസ് മാമൽ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇക്തിയോഫിസ് എ കാലുകളില്ലാത്ത ഉഭയജീവിയാണ്, ബി കാലുകളില്ലാത്ത ഉരകമാണ്, സി കാലുകളില്ലാത്ത സസ്തനിയാണ്. ആൻസർ ഫോർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് എ ഇക്തിയോഫിസ് ഈസ് എ ലിംബ്ലെസ് ആംഫീബിയൻ. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദ്യങ്ങൾ നോക്കാം. ആൻസർ എനി 9 questions ഫ്രം 6 to 16. ഈച്ച് ക്യാരീസ് 2 score. 6 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരമെഴുതുക, 2 സ്കോർ വീതം. ആറാമത്തെ ചോദ്യം. കാറ്റഗറൈസ് ദ ഫോളോയിങ് ആനിമൽസ് അണ്ടർ റേഡിയൽ സിമെട്രി ആൻഡ് ബയലാറ്ററൽ സിമെട്രി. ഹൈഡ്ര, കോക്രോച്ച്, എർത്ത്വേം, സ്റ്റാർഫിഷ്. താഴെ തന്നിരിക്കുന്ന ജീവികളെ റേഡിയൽ സിമെട്രിയുടെയും ബയലാറ്ററൽ സിമെട്രിയുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഹൈഡ്ര, പാറ്റ, മണ്ണിര, നക്ഷത്ര മത്സ്യം. ആൻസർ ഫോർ ദിസ് ഈസ് റേഡിയൽ സിമെട്രി, ബയലാറ്ററൽ സിമെട്രി 2 കോളമായിട്ട് തിരിക്കുക. റേഡിയൽ സിമെട്രിയിൽ വരുന്നവയാണ് ഹൈഡ്ര ആൻഡ് സ്റ്റാർഫിഷ്. ബയലാറ്ററൽ സിമെട്രിയിൽ വരുന്നവയാണ് കോക്രോച്ച് ആൻഡ് എർത്ത്വേം. സ്കോർ 2. ഏഴാമത്തെ ചോദ്യം. എക്സ്പാൻഡ് ദ ഫോളോയിങ്. എ ICBN, ബി ICZN. ചുവടെ ചേർത്തിരിക്കുന്നവയുടെ പൂർണ്ണരൂപം എഴുതുക. എ ICBN, ബി ICZN. ICBN is International Code for
Botanical nomenclature. ICZN is International Code for Zoological Nomenclature. Score 2. എട്ടാമത്തെ ചോദ്യം. All vertebrates are chordates, but all chordates are not vertebrates. Do you agree with this? Justify your answer with suitable reasons. എല്ലാ വെർട്ടബ്രേറ്റുകളും കോർഡേറ്റുകളാണ്, എന്നാൽ എല്ലാ കോർഡേറ്റുകളും വെർട്ടബ്രേറ്റുകളല്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണസഹിതം നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ആൻസർ ഈസ് യെസ്, ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. Chordates are classified into urochordates, cephalochordates, and vertebrates. Vertebrate contain vertebral column. In urochordates and cephalochordates, a notochord is present. It persists in cephalochordates and disappears in the adult of urochordates. വെർട്ടബ്രേറ്റയിലെ അംഗങ്ങളിൽ പ്രാഗ് കശേരു അല്ലെങ്കിൽ നോട്ടോകോഡ് ഭ്രൂണാവസ്ഥയിൽ മാത്രം കാണപ്പെടുന്നു. ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ അതിൻ്റെ സ്ഥാനത്ത് തരുണാസ്ഥിയിലോ അസ്ഥിയിലോ നിർമ്മിതമായ കശേരുദണ്ട് അല്ലെങ്കിൽ നട്ടെല്ല് വെർട്ടബ്രൽ കോളം പ്രത്യക്ഷപ്പെടുന്നു. അതിനാൽ എല്ലാ വെർട്ടബ്രേറ്റുകളും കശേരുകികളാണ്, എന്നാൽ എല്ലാ കശേരുകികളും വെർട്ടബ്രേറ്റുകളല്ല. മൂലകശേരുകി അല്ലെങ്കിൽ യൂറോകോഡറ്റയിൽ പ്രാഗ് കശേരു അല്ലെങ്കിൽ നോട്ടോകോഡ് ലാർവ ദിശയിൽ വാൽഭാഗത്ത് മാത്രമേ കാണപ്പെടുകയുള്ളൂ. എന്നാൽ ശിരോ കശേരുകികളിൽ സിഫാലോകോഡറ്റയിൽ പ്രാഗ് കശേരു തല മുതൽ വാൽ വരെ നീണ്ടുകിടക്കുന്നു. അവയിൽ പ്രാഗ് കശേരു ആയുഷ്കാലം മുഴുവൻ കാണപ്പെടുന്നു. ചുരുക്കത്തിൽ കോഡേറ്റുകൾ അല്ലെങ്കിൽ കശേരുകികൾ വെർട്ടബ്രേറ്റുകൾ മാത്രമല്ല, മൂലകശേരുകി അല്ലെങ്കിൽ യൂറോകോഡേറ്റയും ശിരോ കശേരുകികൾ സിഫാലോകോഡേറ്റയും കൂടിയതാണ്. ഒമ്പതാമത്തെ ചോദ്യം. ലിസ്റ്റ് ഓഫ് സർട്ടൈൻ ആനിമൽസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ക്ലാസ് ഇൻ വിച്ച് ഈച്ച് ബിലോങ്സ്. എ പെട്രോമൈസിൻ, ബി പെൻഗ്വിൻ, സി സാലമാൻഡർ, ഡി ബ്ലൂ വെയിൽ. ചില ജന്തുക്കളുടെ പേരുകൾ ചുവടെ ചേർക്കുന്നു. ഓരോന്നും ഉൾപ്പെടുന്ന ക്ലാസുകളുടെ പേരെഴുതുക. എ പെട്രോമൈസോൺ, ബി പെൻഗ്വിൻ, സി സാലമാൻഡർ, ഡി നീലത്തിമിംഗലം. ആൻസർ ഈസ് പെട്രോമൈസൺ ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ, പെൻഗ്വിൻ ക്ലാസ് ഏവ്സ്, സാലമാൻഡർ ക്ലാസ് ആംഫിബിയ, ബ്ലൂ വെയിൽ ക്ലാസ് മാമ്മേലിയ. എല്ലാം ശരിയാണെങ്കിൽ 2 സ്കോർ കിട്ടും. 10th question. Observe and complete the chart showing vertebrate classification given below. താഴെ കൊടുത്തിട്ടുള്ള നട്ടെല്ലുള്ള ജീവികളുടെ വർഗീകരണ ചാർട്ട് നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. ഈ ചാർട്ടിൽ വെർട്ടബ്രേറ്റയെ 2ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് കോളം എ, സെക്കൻഡ് കോളം ഗ്നാത്തോസ്റ്റൊമേറ്റ. എ വി ഹാവ് ടു ഫിൽ. അതുപോലെ ഗ്നാത്തോസ്റ്റൊമേറ്റയെ 2 സൂപ്പർ ക്ലാസ്സായി തിരിച്ചിരിക്കുന്നു, ബി എന്നും ടെട്രാപ്പോഡയും. വി ഹാവ് ടു ഫിൽ ബി. നൗ ടെട്രാപ്പോഡ ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ക്ലാസ്സസ്: ആംഫിബിയ, സി, ഏവ്സ്, ഡി. സിയും ഡിയും ഫിൽ ചെയ്യണം. ഇനി ഉത്തരം നോക്കിയാലോ. വെർട്ടബ്രേറ്റയെ 2ആക്കി തിരിച്ചിരിക്കുന്നു. എ ഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റൊമേറ്റ. അപ്പോൾ എ നാത്ത എന്ന് എഴുതണം. അതുപോലെ ഗ്നാത്തോസ്റ്റൊമേറ്റയെ വീണ്ടും 2ആയി തിരിച്ചിരിക്കുന്നു. സൂപ്പർ ക്ലാസ് പിസസ് എന്നും ടെട്രാപ്പോഡ എന്നും. സോ ബി ഈസ് പിസസ്. ടെട്രാപ്പോഡയെ വീണ്ടും 4 ക്ലാസ്സുകളായി തിരിച്ചിരിക്കുന്നു. ആംഫീബിയ, റെപ്റ്റീലിയ, അതായത് സി ഈസ് റെപ്റ്റീലിയ, ഏവ്സ്, ഡി ഈസ് മാമേലിയ. എ ബി സി ഡി 4ഉം ശരിയാണെങ്കിൽ 2 സ്കോർ. 11ാമത്തെ ചോദ്യം. ഡിസ്റ്റിങ്ക്വിഷ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ഫ്രം ക്ലോസ്ഡ് ടൈപ്പ് വിത്ത് എക്സാമ്പിൾസ്. തുറന്ന രക്തചംക്രമണവും അടഞ്ഞ രക്തചംക്രമണവും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം എഴുതുക. ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ നോക്കാം. ബ്ലഡ് ഫ്ലോസ് ത്രൂ ഓപ്പൺ സ്പേസസ് ഓർ ബോഡി cavities called sinuses. Here, blood flow cannot be regulated. But in closed type of circulation, blood flows through closed network of blood vessels and blood flow can be regulated. In open type circulation, cells and tissues are bathed in blood, whereas in closed type of circulation, cells and tissues are not immersed in blood. Example for open type circulation is arthropod and mollusk. Example for closed type of circulation is annelids and chordates. 12ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. 2 കോളങ്ങളാണ് തന്നിരിക്കുന്നത്. ഫൈലം, എക്സ്ക്രീറ്ററി ഓർഗൻ. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. എ ബി സി ഡി എന്നിങ്ങനെ 4 കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. എ ഫ്ലെയിം സെൽസ്, അനലിഡ ബി, സി മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഹെമികോഡേറ്റ ഡി. എ ബി സി ഡി ഫിൽ ചെയ്യുക.
ആൻസർ നോക്കാം. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് ഫ്ലെയിം സെൽസ്. സോ എ ഈസ് പ്ലാറ്റിഹെൽമിന്തസ്. ഫൈലം അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ. സോ ബി ഈസ് നെഫ്രീഡിയ. അതുപോലെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീറ്ററി ഓർഗനായി വരുന്നത് ആർത്രോപോഡയിലാണ്. സോ സി ഈസ് ആർത്രോപോഡ. അടുത്തത് ഹെമികോഡേറ്റയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ് പ്രൊബോസിസ് ഗ്ലാൻഡ്. സോ ഡി ഈസ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ഇനി ഉത്തരം നോക്കൂ. Question number 13. Figures A or B are the fishes of two different classes. Identify and differentiate the above classes on the basis of two important characters. A or B എന്നീ ചിത്രങ്ങൾ രണ്ട് വ്യത്യസ്ത ക്ലാസുകളിലുള്ള മത്സ്യങ്ങളാണ്. ഇവയുടെ ക്ലാസുകൾ തിരിച്ചറിഞ്ഞ് അവ തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. ഇതിൽ ആദ്യത്തെ ഫിഷ് ഷാർക്കാണ്. ഇറ്റ് ബിലോങ്സ് ടു കാർട്ടിലാജിനസ് ഫിഷ് ഓർ കോൺട്രിക്തിസ്. സെക്കൻഡ് വൺ ഈസ് ബോണി ഫിഷ് ഓസ്റ്റിക്തിസ്. ഇനി കോൺട്രിക്തിസ് ഓസ്റ്റിക്തിസും തമ്മിലുള്ള വ്യത്യാസം വിശദമായി നോക്കാം. കോൺട്രിക്തിസ് എക്സ്ക്ലൂസീവ്ലി മറൈൻ, ഓസ്റ്റിക്തിസ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. കോൺട്രിക്തിസ് കടലിൽ മാത്രം കാണുന്നു. ബോണി ഫിഷസ് കടലിലും ശുദ്ധജലത്തിലും കാണുന്നു. ഇൻ കോൺട്രിക്തിസ് എൻഡോസ്കെലിറ്റൻ ഈസ് കാർട്ടിലാജിനസ്, വേറസ് ഇൻ ഓസ്റ്റിക്തിസ് എൻഡോസ്കെലിറ്റൻ ഈസ് ബോണി. കോൺട്രിക്തിസ് തരുണാസ്ഥി കൊണ്ടാണ് എൻഡോസ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഓസ്റ്റിക്തിസിൽ അസ്ഥി കൊണ്ടാണ് എൻഡോസ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻ കോൺട്രിക്തിസ് എക്സോസ്കെലിറ്റൻ ഈസ് ഫോംഡ് ഓഫ് പ്ലക്കോയിഡ് സ്കെയിൽ, വേറാസ് ഇൻ ഓസ്റ്റിക്തിസ് exoskeleton is formed of cycloid or ctenoid scale. In Chondrichthyes, mouth is ventral, whereas in Osteichthyes, mouth is terminal. In Chondrichthyes, operculum is absent, whereas in Osteichthyes, operculum is present. In Chondrichthyes, urea is the excretory product, whereas in Osteichthyes, ammonia is the excretory product. In Chondrichthyes, air bladder is absent, whereas in Osteichthyes, air bladder is present. In Chondrichthyes, claspers are present, whereas in Osteichthyes, claspers are absent. In Chondrichthyes, fertilization is internal, whereas in Osteichthyes, fertilization is external. ഇത്രയും എണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. 14ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ജെർമിനൽ ലെയേഴ്സ്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ബി റൈറ്റ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച്. ഭ്രൂണപാളികളുടെ ക്രമീകരണം കാണിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. എ എയും ബിയും തിരിച്ചറിയുക. ബി ഓരോന്നിനും ഓരോ ഉദാഹരണം എഴുതുക. ഡയഗ്രാം എ ഈസ് സീലോമേറ്റ്, ബി ഈസ് എ സീലോമേറ്റ്. എക്സാമ്പിൾ ഫോർ സീലോമേറ്റ്: അനലിഡ, മൊളസ്ക്, ആർത്രോപോഡ്, എക്കൈനോഡേംസ്, ഹെമികോഡേറ്റ്സ്, കോഡേറ്റ്സ്. റൈറ്റ് എനി വൺ. എക്സാമ്പിൾ ഫോർ എ സീലോമേറ്റ്: ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ഓർ ഫ്ലാറ്റ് വർംസ്. 15ാമത്തെ ചോദ്യം. ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എൻ ഇൻവെർട്ടബ്രേറ്റ് ഇസ് ഗിവൺ ബിലോ. കാൽക്കേരിയസ് ഷെൽ, റാഡുല. എ ഐഡൻറ്റിഫൈ ദ ഫൈലം. ബി ഗിവ് എനി ടു എക്സാമ്പിൾസ് ഫ്രം ദിസ് ഫൈലം. നട്ടലില്ലാത്ത ഒരു ജീവിയുടെ രണ്ട് സ്വഭാവ സവിശേഷതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കാൽസ്യം നിർമ്മിതമായ പുറന്തോട്, റാഡുല. എ ഫൈലം ഏതാണെന്ന് തിരിച്ചറിയുക. ബി ഈ ഫൈലത്തിൽ വരുന്ന ഏതെങ്കിലും രണ്ട് ജീവികൾക്ക് ഉദാഹരണം എഴുതുക. ആൻസർ എ ഫൈലം മൊളസ്ക. ബി എക്സാമ്പിൾസ് ആർ പൈല ആപ്പിൾ സ്നെയിൽ, പിങ്ക്ടാഡ പേൾ ഓയിസ്റ്റർ, സെപ്പിയ കട്ടിൽ ഫിഷ്, ലോലിഗോ സ്ക്വിഡ്, ഒക്ടോപ്പസ് ഡെവിൾ ഫിഷ്, അപ്ലീഷ്യ സീ ഹെയർ, ഡെൻഡേലിയം ടസ്ക് ഷെൽ, കീറ്റോപ്ലൂറ കൈറ്റൺ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുക. 16th question. Give one word for the following. A. The property of a living organism to emit light. B. Sexes not separate. C. Cold-blooded animals. D. Egg-laying animals. താഴെ തന്നിരിക്കുന്നവയ്ക്ക് അനുയോജ്യമായ ഒറ്റ പദം എഴുതുക. എ പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ജീവികളുടെ കഴിവ്. ബി ലിംഗവ്യത്യാസമില്ല. സി ശീതരക്തജീവികൾ. ഡി മുട്ടയിടുന്ന ജന്തുക്കൾ. Answer for 16. A is the property of a living organism to emit light is bioluminescence. Sexes not separate is hermaphrodite. Cold-blooded animals, poikilotherms. D. Egg-laying animals, oviparous animals. അടുത്തത് മൂന്നാമത്തെ ഭാഗമാണ്. ആൻസർ എനി 3 questions from question number 17 to 20. Each carries 3 score. 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം.
17ാമത്തെ ചോദ്യം. ടാക്സോണമി is the branch of biology that deals with identification, classification and naming of organisms. A. Dash is known as father of taxonomy. B. Name any 2 taxonomic aids. C. Rearrange the following taxonomic categories in ascending order. Order, genus, species, family. ജീവികളെ കണ്ടെത്തുകയും തരംതിരിക്കുകയും പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. എ. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ബി. ഏതെങ്കിലും 2 ടാക്സോണമിക് ഏടുകളുടെ പേരെഴുതുക. സി. താഴെ തന്നിരിക്കുന്ന വർഗീകരണ തലങ്ങളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓർഡർ, ജീനസ്, സ്പീഷീസ്, ഫാമിലി. ഇനി ഉത്തരം നോക്കാം. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കരോളസ് ലിനേയസ് ആണ്. ടാക്സോണമിക് എയ്ഡ്സിന് ഉദാഹരണങ്ങൾ ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, ടാക്സോണമിക് കീ, ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ് ആൻഡ് കാറ്റലോഗ്സ്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. 17ാമത്തെ ചോദ്യത്തിൻ്റെ സി പാർട്ട് നോക്കാം. ടാക്സോണമിക് കാറ്റഗറീസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ. ഇവിടെ സ്പീഷീസിൽ നിന്ന് ആരോ ജീനസിലേക്കും, ജീനസിൽ നിന്ന് ഫാമിലി, ഫാമിലിയിൽ നിന്ന് ഓർഡറിലേക്കും ആരോ എത്തണം. കാരണം സ്പീഷീസ് ആണ് ലോവസ്റ്റ് കാറ്റഗറി, ഇവിടെ ഓർഡർ ആണ് ഹയസ്റ്റ് കാറ്റഗറി. 18ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഡയഗ്രാം. എ. ഐഡൻറ്റിഫൈ ഇറ്റ്. ബി. നെയിം ദ ഫൈലം ഇൻ വിച്ച് ഇറ്റ് ഈസ് സീൻ. സി. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ഇറ്റ്. ചിത്രം നിരീക്ഷിക്കുക. എ. ഏതെന്ന് തിരിച്ചറിയുക. ബി. ഇത് ഏത് ഫൈലത്തിൽ കാണപ്പെടുന്നു. സി. ഇതിൻ്റെ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക. 18th ആൻസർ. എ ഈസ് നീഡോബ്ലാസ്റ്റ് സെൽ or nidocyte or stinging cell. B. Nidoblast cells are present in phylum Coelenterata or Cnidaria. C. Functions of nidoblast cells. Nidoblasts are defensive cell used to kill or paralyze the enemies. Nidoblast contains stinging capsule nematocyst containing poisonous fluid to paralyze the prey for nutrition. ശത്രുക്കളെ ആക്രമിക്കുന്നതിനും ഇര തേടുന്നതിനും സ്റ്റിങ്ങിങ് സെൽസ് ഉപയോഗപ്പെടുത്തുന്നു. 19th question. 2 characteristic features of an animal group is given below. Crawling mode of locomotion, dry and cornified skin. Question A. Name the class in which the animal belong. B. Write any other 2 characteristics of the class. C. Give any 2 examples from this class. ഒരു ജന്തുവർഗത്തിൻ്റെ 2 പ്രധാന സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇഴഞ്ഞ് സഞ്ചരിക്കുന്നു, വരണ്ടതും കട്ടിയുള്ളതുമായ ചർമ്മം. എ. ഈ ജീവിവർഗം ഉൾപ്പെടുന്ന ക്ലാസിൻ്റെ പേര്. ബി. ഈ ക്ലാസിൻ്റെ മറ്റ് 2 സവിശേഷതകൾ എഴുതുക. സി. ഈ ക്ലാസ്സിൽ വരുന്ന ഏതെങ്കിലും 2 ജീവികൾക്ക് ഉദാഹരണം നൽകുക. 19th question's answer. A. Name the class. Class Reptilia. B. Other 2 characteristics. Some reptiles shed their scales as skin cast. Heart is 3-chambered, 2 atria and 1 ventricle. External ear absent. Terrestrial cold-blooded oviparous animals. Tympanum represents the ear. ഇതിലേതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ക്വസ്റ്റ്യൻ സി. 2 എക്സാമ്പിൾ എഴുതുക. കീലോൺ ഓർ ടേർട്ടിൽ, ടെസ്റ്റുഡോ ടോട്ടോയ്സ്, ക്രൊക്കോഡിലസ് ക്രൊക്കോഡൈൽ, കലോട്ടസ് ഗാർഡൻ ലിസാർഡ്, കെമീലിയോൺ ട്രീ ലിസാർഡ്, അലിഗേറ്റർ, ഹെമിഡാക്ടൈലസ് വോൾ ലിസാർഡ്, നാജ നാജ കോബ്ര, ബുങ്കാരസ് ക്രൈറ്റ്, വൈപ്പറ വൈപ്പർ. ഇതിലേതെങ്കിലും 2 എക്സാമ്പിൾ എഴുതുക. Last question. Match the following. Column 1. Freshwater sponge, living fossil, flying fish, tree frog, garden lizard, egg-laying mammal. Column 2. Exocetus, hyla, spongilla, limulus, platypus, calotus, earthworm, shark. ചേരുംപടി ചേർക്കുക. ഇവിടെ കോളം 1-ൽ കോമൺ നെയിമും കോളം 2-ൽ സയൻറ്റിഫിക് നെയിമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർത്തെഴുതുക. ആൻസർ നോക്കാം. ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, സ്പോഞ്ചില. ലിവിംഗ് ഫോസിൽ, ലിമുലസ്. ഫ്ലൈയിങ് ഫിഷ്, എക്സോസീറ്റസ്. ട്രീ ഫ്രോഗ്, ഹൈല. ഗാർഡൻ ലിസാർഡ്, കലോട്ടസ്. എഗ് ലേയിങ് മാമ്മൽ, പ്ലാറ്റിപ്പസ്. എല്ലാം ശരിയാണെങ്കിൽ 3 സ്കോർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് സുനൂസ് ബയോസ് സുവോളജി വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.